ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ്സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ഞാൻ ഇന്ന് ഒരു ചിക്കൻ ഡിഷാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് ഇതാ ഫ്ലഷി പീസ് ചിക്കനായത്. ഇത് ചിക്കൻ സ്ട്രൈപ്സ്, ഇതിനെക്കൊണ്ട് നമ്മൾ ചിക്കൻ സ്ട്രൈപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് ഇതാ വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തത്. ചിക്കൻ കണ്ട നിങ്ങൾ ഫ്ലഷി പീസായിരിക്കണം. അപ്പോൾ അതിങ്ങനെ നീളത്തിൽ മുറിച്ചത്, നേർങ്ങനെ നീളത്തിൽ മുറിച്ചത്. ഓക്കെ, പിന്നെ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മതി, കുറച്ചല്ലേ ഉള്ളൂ ഈ ചിക്കൻ. പിന്നെ മുളക് പൊടി, കുറച്ച് നിങ്ങൾ ജാസ്തി ഇട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യൂല. ഇതിന് വേണ്ടിയിട്ട് എരിവ് കൂട്ടാൻ വേണ്ടി വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല, പെപ്പറൊന്നും ഇടുന്നില്ല. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഇനി ഇതെന്ത് ചെയ്യും, നമ്മൾ നല്ലോണം ഇതിനെ മിക്സ് ചെയ്യും. എന്നിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അത് നിർബന്ധങ്ങൾ മിനിമം ഒരു ഹാഫ് ആൻ അവർ നമ്മളിത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുളകും ഉപ്പും എല്ലാം പിടിക്കണ്ടേ. ഇനി ഇത് ഡയറക്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുക, അപ്പോൾ ഇത് മുളകും ഉപ്പൊന്നും പിടിക്കാണ്ടായിപ്പോൾ. അതുകൊണ്ട് ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കും. ഓക്കെ, ഇതാ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കന് പുറത്തേക്ക് എടുക്കുക. കണ്ട, ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണോ, ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് വെക്കാൻ, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഈ ചിക്കൻ ഓരോ പീസ് എടുക്കും. ഓക്കെ, ഓരോ പീസ് എടുത്തിട്ട് ഈ എഗ്ഗിൽ നല്ലോണം ഡിപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യൂ, നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്യും. കോട്ട് ചെയ്യും. കണ്ട, ഇതാ ഫിനിഷായി. ഞാൻ എഗ്ഗിൽ മുക്കിയിട്ട് എഗ്ഗ് ബീറ്റ് ഒരു എഗ്ഗ് മതി, ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കി ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ബാക്കി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഫുള്ള് കോട്ട് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി നമുക്കിതെന്ത് ചെയ്യണം, ഫ്രൈ ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഡീപ്പ് ഫ്രൈ ആണ്. ഇനി കുറച്ച് ഓയിൽ വേണം എന്തായാലും. ഓയിലൊന്ന് ചൂടാവട്ടെ. ഇതാ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. നേരെ നമുക്ക് ഈ സ്ട്രൈപ്സ് ഓരോന്നെടുത്തിട്ട് ഈ ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഫ്ലെയിമൊന്നും നിങ്ങൾ കുറച്ചാളയണേ. എന്നുവെച്ചാൽ നല്ലോണം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് മെല്ലനെ ആയിക്കോളും. അപ്പം അതുകൊണ്ട് ഫ്ലെയിം അങ്ങ് കുറച്ചാൾ, അല്ലാണ്ടില്ലേ വല്ലാണ്ട് കരിഞ്ഞു പോകും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് അടുത്ത് ഒന്നും കൂടി ഇത് വറുത്ത് കോരാനുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് തിരിച്ചിടാം. നല്ലോണം
ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ? നല്ലോണം ഫ്രൈ ആവും. ഇനി അപ്പുറത്തെ ഭാഗവും കൂടി ഫ്രൈ ആയാൽ നമുക്ക് കോരിയിട്ട് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാ ചിക്കൻ സ്ട്രൈപ്സ് റെഡിയായി. നല്ല ടേസ്റ്റാണ്. കുട്ടികളെ ശരിക്കും നമുക്ക് പറ്റിക്കാം. കുട്ടികൾ വിചാരിക്കും എന്തോ വലിയ കാര്യമാണ്. അടിപൊളിയായിട്ട് അങ്ങ് തിന്നോളും. നമുക്കിത് ഫ്ലഷി പീസും കൊണ്ട് ഇതെന്ത് ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സമയമേ ഉണ്ടാവില്ല, ആവശ്യമേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്യണം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു ചെറിയ ബോള് പിന്നെ സോസാണ്, ടൊമാറ്റോ സോസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. അതും നല്ല ടേസ്റ്റായിരിക്കും. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. Bye.